എന്റെ പൊന്നേ. അല്ല, ഈ പറഞ്ഞ എണ്ണൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു താങ്കൾക്ക്? വാട്സപ്പ് യൂണിവേഴ്സിറ്റി ആണോ? വാട്സപ്പ് യൂണിവേഴ്സിറ്റി ആയിരിക്കും, KPCC യൂണിവേഴ്സിറ്റി ആയിരിക്കും. ഞാനിപ്പോ എടുത്തുതരാം. അല്ല, ഞാനിപ്പോ എടുത്തുതരാം. അല്ല, എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണോ? ശരി ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെയൊക്കെ വരാം. അത് അതെ അതെ അതെ. ഇല്ല, കിട്ടിയില്ലെങ്കിൽ പിന്നെ നോക്കിയെടുത്താൽ മതി. വേണു ഇത് കാണിച്ചു കൊടുത്തോ. Santa Monica sets new Asian record, the one of its kind of achievement in the international education sector. The study Santa Monica study abroad conducted the largest pre-departure briefing event of 7,236 students in a single intake from a single country to another country. The event got into both Asia Book of Records and India Book of Records. ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് അയക്കുന്ന ഏറ്റവും വലിയ സംഖ്യ 236. ഒരു രാജ്യത്ത് ഈ രാജ്യത്തെ മുഴുവൻ ആളുകളുടെ കണക്കെടുത്തിട്ട് പറയാം അത് കേരളത്തിൽ നിന്നാണ്. അതെ, അതിൽ ആർക്കാ ഒബ്ജക്ഷൻ? ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നതിൽ കേരളം എങ്ങനെ? കേരളം ഒരു രാജ്യമല്ലല്ലോ മിസ്റ്റർ, സംസ്ഥാനമല്ലേ? 28 സംസ്ഥാനങ്ങളിൽ നിന്നല്ലേ 7200? വേണു, ഇതിന് എനിക്ക് 28 സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടിയിട്ടാണ് 7200. ഇതൊക്കെ നമ്മൾ എത്രയോട് വായിച്ചാണ്? സാന്റാ മോണിക്ക, സാന്റാ മോണിക്ക ഏതാ കമ്പനി എന്ന് നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനോട് ചോദിച്ചാൽ പറഞ്ഞു തരും. കാരണം അവിടെ നിന്നാണ് മാസപ്പടി മേടിച്ചത്, അല്ലേ? അവിടെ നിന്ന് മാസപ്പടി മേടിച്ച കണക്കുകൂടിയുണ്ട്. അല്ല, അതൊക്കെ നമുക്ക് ചോദിക്കാം. തെറ്റിദ്ധരിപ്പിക്കുന്ന കണക്കുകൾ വായിക്കല്ലേ? വൺ കൺട്രി ടു അനദർ കൺട്രി എന്ന് പറഞ്ഞാൽ ഇത് കേൾക്കുമ്പോ തന്നെ മനസ്സിലാവൂലേ ആളുകൾക്ക്? അല്ല, അതൊക്കെ ഞാൻ ചോദിച്ചോളാം. നിങ്ങൾ ഇത് പറഞ്ഞ തെറ്റിദ്ധരിപ്പിക്കില്ല. വൺ കൺട്രി ടു അനദർ കൺട്രി അത് പറഞ്ഞാൽ കേരളത്തിന്റെ റോൾ എവിടെയാണ് അവിടെ? കണക്കെടുത്ത് രാജ്യത്തിന്റെ കണക്കാണ് മിസ്റ്റർ. അത് രാജ്യത്ത് 28 സംസ്ഥാനങ്ങൾ, 7 കേന്ദ്രഭരണ പ്രദേശമുണ്ട്. അല്ല, കൊച്ചിയിൽ നടന്ന ഇവന്റ്, വീണ വിജയനോട് ചോദിക്കുന്നേ, എന്നോട് എന്തിനാണ് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഇതല്ലല്ലോ വിഷയം. 28 സംസ്ഥാനങ്ങളും 7 കേന്ദ്രഭരണ പ്രദേശമുണ്ട്. താങ്കൾ വായിച്ച റിപ്പോർട്ട് വൺ കൺട്രി ടു അനദർ കൺട്രി എന്നാണ്. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് കേരളത്തിന് പുറത്ത് വിദ്യാർത്ഥികൾ പോകുന്നത് അതിനത്ര വലിയൊരു കുറ്റമായിട്ട് കാണണമെന്ന് സംശയമില്ല. പക്ഷെ അരുൺ പറയുന്നത് അങ്ങനെ പോകാൻ കഴിയുന്ന രൂപത്തിൽ പ്രാപ്തി നേടാൻ കഴിയുന്ന ഒരു വിദ്യാഭ്യാസ പൊതു ചട്ടക്കൂട് ഇവിടെയുണ്ട്. പൊതുവിദ്യാഭ്യാസ ആരും തന്നെ പറയണല്ലോ മറ്റു സംസ്ഥാനങ്ങളിൽ കൂടുതൽ ആൾക്കാർ പോയിരുന്നു. വിദ്യാഭ്യാസ ചട്ടക്കൂടിന് പ്രശ്നമില്ല. ഇതിന് പുതിയ സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ ഗ്ലോബൽ സാഹചര്യമുണ്ട്. പഴയ പോലെയല്ല. നമുക്ക് ഇന്റർനെറ്റ് നോക്കി അപ്ലൈ ചെയ്യാൻ തുടങ്ങി ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് പഠിക്കാൻ വേണ്ടി മാത്രമല്ല, പുതിയ ജീവിത സാഹചര്യം, കേരളത്തിൻ്റെ സാഹചര്യങ്ങളിൽ പലതരത്തിലുള്ള അസ്വസ്ഥത ആൾക്കാർക്ക് തോന്നുന്നു. പല ഘടകങ്ങളാണ് കേരളത്തിൽ വിദ്യാർത്ഥികളെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ഇവിടുത്തെ പ്രശ്നം 8000 കുട്ടികൾ കൊച്ചിയിൽ നിന്ന് പോയി, കേരളത്തിൽ നിന്ന് ഒറ്റയടിക്ക് പോയി എന്ന് പറഞ്ഞ കണക്കങ്ങ് വിശ്വസിക്കുന്നു. ഈ നഗരകേന്ദ്രിതമായിട്ടുള്ള കുട്ടികൾക്ക് ഏത് സ്ട്രാറ്റപ്പെട്ട കുട്ടികൾക്ക് ഒറ്റയടിക്ക് 8000 പേര് ഇവിടുന്ന് പോയി എന്നോ? അതിപ്പോ ആ കണക്ക് ഞാൻ അതാണ് ശ്രീ രാജുവിന്റെ വിശ്വാസം ചോദ്യം ചെയ്യുകയല്ല. പക്ഷെ ശ്രീ രാജു